ആദ്യം തീ പാറുന്ന പോരാട്ടം നടക്കുന്ന, വാക്പോര് മാത്രമല്ല സൈബർ യുദ്ധം മാത്രമല്ല നിയമ പോരാട്ടവും നടക്കുന്ന വടകരയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വടകര വടക്കൻ പാട്ടുകളിലൂടെ പാടിപ്പതിഞ്ഞ കളരിയംഗത്തിന്റെ വീറും വാശിയും ഏറെയുള്ള നാട്. കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ ചരിത്രം പേറുന്ന വൈകാരികത, സോഷ്യലിസ്റ്റ് പോരാളികളുടെ വിളനിലം. കടത്തനാടൻ മണ്ണിൽ കരുത്തരായി RMPയുമുണ്ട്. 15 വർഷമായി UDFന്റെ കൈക്കുള്ളിലാണ് വടകര. കോലീബി സഖ്യമടക്കം രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ഒരുപാട് കണ്ട ദേശമാണ്. TP ചന്ദ്രശേഖരന്റെ അരുംകൊല കണ്ട് വിറങ്ങലിച്ചുപോയ രാഷ്ട്രീയ ഇടനാഴി കൂടിയാണ്. രാഷ്ട്രീയ കളറിപ്പയറ്റിന്റെ കോട്ടയിൽ ഇത്തവണയും രാഷ്ട്രീയ പോരാട്ടത്തിന് വീര്യമേറെയാണ്. സ്ഥാനാർത്ഥികൾ ഇതാ എത്തിക്കഴിഞ്ഞു. വേഗത്തിൽ പരിചയപ്പെടാം നമുക്ക് സ്ഥാനാർത്ഥികളെ. കോൺഗ്രസിന് വേണ്ടി അണിനിരക്കുന്നത് ഷാഫി പറമ്പിലാണ്. പാലക്കാട് MLA ഷാഫി പറമ്പിൽ വടകര അംഗം കുറിച്ചു കഴിഞ്ഞു. KK ശൈലജ CPIMന് വേണ്ടി വടകരയിൽ കളത്തിലിറങ്ങുന്നു. പ്രഫുൽ കൃഷ്ണനാണ് BJPയുടെ സ്ഥാനാർത്ഥി. 3 പേരും കരുത്തരാണ്. 3 പേർക്കും വടകരയിൽ തങ്ങളുടേതായ അനുകൂല ഘടകങ്ങളുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന തീപാറുന്ന പ്രചാരണ കാലയളവാണ് കടന്നുപോയിരിക്കുന്നത്. വടകരയിലെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. അതിൽ ഏതൊക്കെ ഇവർ 3 പേർക്കും അനുകൂലമാകുമെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വടകരയിലെ ഘടകങ്ങൾ ഇതാ വന്നു കഴിഞ്ഞു. അവിടെ ഇപ്പോൾ ചർച്ചയാകുന്നത് സൈബർ ആക്രമണം, അതേക്കുറിച്ചുള്ള ആരോപണങ്ങൾ. വടകരയുടെ വിധിയെഴുത്തിൽ ഏറെ നിർണായകമാകാൻ പോകുന്നത് സൈബർ ഇടത്തിലെ ഈ വാക്പയറ്റാണ്. അതേ തുടർന്നുണ്ടായിരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളാണ്. മറ്റൊന്ന് പാനൂർ ബോംബ് സ്ഫോടനമാണ്. പാനൂർ ബോംബ് സ്ഫോടനം വടകരയിൽ ഒരു ചർച്ചാ വിഷയമാണ് ഇക്കുറി. മൂന്നാമത്തേത് TP ചന്ദ്രശേഖരൻ കേസാണ്. TP ചന്ദ്രശേഖരൻ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് കണ്ട നിർണായകമായ നിയമ ഇടപെടലുകൾ, അതും അവിടെ ചർച്ചയാവുകയാണ്. RMP ചർച്ചയാക്കുകയാണ്. അക്രമ രാഷ്ട്രീയം ഒരു വിഷയമാണ് ഇക്കുറിയും വടകര അംഗത്തിൽ എന്ന് ചുരുക്കം. ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ മുസ്ലിം വോട്ടുകളാണ്. ആർക്കൊപ്പം നിൽക്കും ഷാഫി പറമ്പിൽ? പാലക്കാട് നിന്ന് വടകരയിലേക്ക് വണ്ടി കയറിയത് മുസ്ലിം വോട്ടുകൾ കൂടി കണ്ണുനട്ടുകൊണ്ടാണ്. സോഷ്യലിസ്റ്റ് വോട്ടുകളും ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് വടകര. അതോടൊപ്പം തന്നെയാണ് പൗരത്വ നിയമത്തിലെ രാഷ്ട്രീയ ശരി അതാരാണ് എടുത്തത് എന്ന ചോദ്യവും വടകരക്കാർ ചോദിക്കുന്നുണ്ട്. അതിനു കൂടി ചേർത്തായിരിക്കും വിധിയെഴുത്ത് വരാൻ പോകുന്നത്. നമുക്ക് വടകരയുടെ ഒരു വിശകലനത്തിലേക്കാണ് ഇനി പോകേണ്ടത്. വടകര അംഗം കുറിക്കാൻ നമ്മൾ നിയോഗിക്കുന്ന പോരാളി VS രഞ്ജിത്ത്. വെൽക്കം VS രഞ്ജിത്ത് ടു ദി ഷോ. രഞ്ജിത്ത്, പോരാളികൾ എല്ലാവരും കരുത്തരാണ്. പോരാട്ടത്തിന്റെ അവസാന മണിക്കൂറിലേക്ക് എത്തുമ്പോൾ വീര്യമാർക്കാണ്? ഇനിയും വീര്യം കൂട്ടാൻ സാധ്യത ആരാണ്? നിലവിലെ ട്രെൻഡ് ആർക്കൊപ്പം രഞ്ജിത്ത്? സുജയ, വടകര എക്കാലത്തും പോരാട്ടത്തിന്റെ മണ്ണാണ്. അത് കടത്തനാടിന്റെ മണ്ണാണ്, ഉണ്ണിയാർച്ചയുടെ മണ്ണാണ്. അപ്പോൾ ആരായിരിക്കും അങ്കത്തട്ടിൽ ഇക്കുറി വിജയം കൈവരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഏറ്റവും ഒടുവിൽ 2-3 ദിവസം മാത്രം ബാക്കി നിൽക്കെ വലിയ സസ്പെൻസാണ് വടകര കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്. കാരണം 2009 മുതൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ വലിയ അട്ടിമറിയിലൂടെ നേടിയെടുത്ത മണ്ഡലം, പിന്നീട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ 2014 നിലനിർത്തിയ മണ്ഡലം, 2019 K മുരളീധരൻ നിലനിർത്തിയ മണ്ഡലം, അത് തിരിച്ചു പിടിക്കുക എന്നുള്ള വിപ്ലവ മണ്ണ് തിരിച്ചു പിടിക്കുക എന്ന ചുവന്ന മണ്ണാണ് വടകരയുടേത്. അത് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി KK ശൈലജയെ പോലെ ഒരു നല്ല പ്രതിച്ഛായുള്ള സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി CPM കളിക്കുകയാണ്. അവിടേക്കാണ് പാലക്കാട്ട് നിന്ന് ഷാഫി പറമ്പിൽ വന്നിറങ്ങുന്നത്. ഷാഫി പറമ്പിലിൻ്റെ ന്യൂ ജനറേഷൻ ക്യാമ്പയിൻ ആയിരുന്നു തുടക്കത്തിൽ വടകരയിൽ വലിയ ചർച്ചയായത്. കാരണം ഷാഫി വന്നിറങ്ങിയപ്പോൾ തന്നെ വലിയ ആൾക്കൂട്ടമുണ്ടായി. അവിടെ ഷാഫി ട്രെൻഡ് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴേക്കും KK ശൈലജയും അത്തരത്തിൽ ആൾക്കൂട്ടത്തെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ന്യൂ ജനറേഷൻ രീതിയിൽ സോഷ്യൽ മീഡിയ പ്രചാരണം ഷാഫി കൊഴുപ്പിച്ചപ്പോൾ KK ശൈലജയും അതുപോലെ കൊഴുപ്പിച്ചു. KK ശൈലജ കുറേ വനിതകളെ കൂട്ടി വനിതാ സംഗമം നടത്തിയപ്പോൾ ഷാഫി പറമ്പിൽ അവിടെ തന്നെ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ വനിതകളെ കൂടെ കൂട്ടി എന്ന് പറഞ്ഞാൽ ഞാനിത് എടുത്തു പറയുന്നത് ഒപ്പത്തിനൊപ്പം ഓരോ കാര്യത്തിലും മത്സരാർത്ഥികൾ 1 ഇഞ്ച് വിട്ടുകൊടുക്കാതെ പോവുകയാണ്. പരമ്പരാഗതമായി 2009 മുതൽ TP ചന്ദ്രശേഖരൻ അവിടെ ഒരു വലിയ വിഷയമാണ്. 2009 TP ചന്ദ്രശേഖരൻ മരണപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം വന്ന തെരഞ്ഞെടുപ്പിലും TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം വലിയ ചർച്ചയായി. ഇപ്പോഴും TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകവും അക്രമ രാഷ്ട്രീയവും വടകരയിൽ ചർച്ചയാണ്. അങ്ങനെ ആ ചർച്ചയ്ക്കൊന്നും വലിയ മൂർച്ചയില്ല എന്ന് ഇടതുമുന്നണി പറഞ്ഞപ്പോഴാണ് പാനൂരിൽ ബോംബ് പൊട്ടിച്ച് ആ അക്രമ രാഷ്ട്രീയം എന്ന ചർച്ചയ്ക്ക് CPM തന്നെ മൂർച്ച കൂട്ടിയത്. അപ്പോൾ പാനൂർ ബോംബ് സ്ഫോടനം വടകരയിൽ വലിയ ചർച്ചയായിരിക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശൈല ടീച്ചർ വലിയ വികാരാധീനയായിക്കൊണ്ട് സ്വാഭാവികമായിട്ട് മുന്നിൽ ആരാണ് അറ്റ് ദിസ് മൊമെന്റ്?
ഈ മൂമെന്റിൽ ഞാൻ പറയുന്നു രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ്. വടകരയിൽ ശൈലജ ടീച്ചർക്ക് സ്ത്രീ വോട്ടർമാരുടെ ഒരു പിന്തുണയോടുകൂടി ശൈലജ ടീച്ചർ ജയിച്ചു കയറുമെന്ന് അവിടെ ശൈലജ ടീച്ചറുടെ പക്ഷം വിശ്വസിക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളും ന്യൂ ജനറേഷൻ വോട്ടുകൾ കൊണ്ട് വടകര നിലനിർത്താൻ സാധിക്കുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. ഇഞ്ചോടിഞ്ച് മത്സരമാണ് രണ്ടു കൂട്ടർക്കും. ഇപ്പോൾ ഒപ്പത്തിനൊപ്പമാണ്. ഷാഫി പറമ്പിൽ വേഴ്സസ് KK ശൈലജ. പ്രഫുൽ കൃഷ്ണൻ ഉണ്ട്, പക്ഷേ പോരാട്ടത്തിൽ പിന്നിലാണ്. ഇപ്പോൾ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് KK ശൈലജയും ഷാഫി പറമ്പിലുമാണ്. നമുക്ക് ഇനി സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യത കൂടി ഒന്ന് നോക്കിയാലോ. വടകരയിൽ നോ യുവർ കാൻഡിഡേറ്റ്. നമുക്ക് ആദ്യം നോക്കാം ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിന്റെ വിദ്യാഭ്യാസ യോഗ്യത, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത. നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന സ്ഥാനാർത്ഥി അത് MP ആകുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഷാഫി പറമ്പിൽ, KK ശൈലജ, പ്രഫുൽ കൃഷ്ണൻ 3 പേരുടെയും വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ MBA ഡിഗ്രി ഹോൾഡറാണ്. KK ശൈലജയുടെ വിദ്യാഭ്യാസ യോഗ്യത BSc B.Ed ആണ്. പ്രഫുൽ കൃഷ്ണൻ MA സംസ്കൃതമാണ്. അപ്പോൾ മാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഡിഗ്രിയുമുള്ള സ്ഥാനാർത്ഥികളാണ് വടകരയിൽ നിന്ന് ജനപ്രതിനിധികളായി വരാൻ പോകുന്നത് എന്ന് ചുരുക്കം. ഇതാണ് വടകരയുടെ കഥ.